നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജാനകി വി വേഴ്സസ് കേരള എന്ന ചലച്ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ചലച്ചിത്രം എങ്ങനെയുണ്ട് എന്ന നിലയിലുള്ള പ്രേക്ഷക പ്രതികരണങ്ങൾ തേടാൻ നമുക്ക്. വ്യത്യസ്ത ഒരു വെറൈറ്റി പടം. ആദ്യമായിട്ടാണ് മൂപ്പത് വക്കീലെ വേഷം വന്ന് അത് കിടുക്കിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല, ഇപ്രാവശ്യം ഇത് തൂക്കും, ഒരു സംശയമില്ല, ഗ്യാരണ്ടി. സുരേഷ് ഗോപി ചേട്ടൻ്റെ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കണ്ട് കൈയടിച്ച പ്രേക്ഷകരാണ്. ടി വിയിലായാലും തിയേറ്ററിലായാലും നമ്മുടെ കമ്മീഷണർ, അതേപോലെ ചിന്താമണി കൊലക്കേസ്, പിന്നെ നാദിയ കൊല്ലപ്പെട്ട രാത്രി, അങ്ങനെ എടുത്തു പറയാവുന്ന ചിത്രങ്ങളാണ്. ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതിൽപ്പെട്ട അദ്ദേഹത്തിന് പെർഫോമൻസ് ചെയ്യാൻ പറ്റിയ ഒരു ചിത്രം തന്നെയായിരുന്നു ഈ ഒരു ചിത്രം. പിന്നെ വിവാദത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക, കാരണം ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ തൊട്ട് സിനിമാ ഫീൽഡിൽ വന്ന മൂപ്പരുടെയൊക്കെ വിലയിരുത്താൻ മൂപ്പർ എപ്പോഴും അടിപൊളിയല്ലേ. പക്ഷേ എപ്പോഴും പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരാൾ ഇതിലും പവർഫുള്ളാണ്. എന്താ ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടം. സുരേഷ് ഗോപി ചേട്ടൻ എപ്പോഴും ഇഷ്ടമാണ്, ഒരു ഫാദർ എന്നുള്ള രീതിയിലുമൊക്കെ ഇഷ്ടമാണ്. പുള്ളിയുടെ രാഷ്ട്രീയത്തിനോട് എനിക്ക് പൊതുവേ ഒരു രാഷ്ട്രീയ പാർട്ടികളോടും എനിക്ക് പൊതുവേ ഞാനങ്ങനെ ഇതില്ല. എനിക്ക് എൻ്റേതായിട്ട് രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളതല്ല, അല്ലാതെ ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് മൂപ്പര് ഭയങ്കര ഇഷ്ടമാണ്. അഭിനേതാവ് എന്നുള്ള രീതിയിൽ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഗോകുലുമായിട്ടോ? ഞാൻ ഗോകുലുമായിട്ട് അഭിനയിച്ചത് എങ്ങനെയുണ്ടായിരുന്നു ഞാനോ? പുള്ളിയുടേത് എനിക്ക് അത്ര അങ്ങോട്ട്, മാധവ് എന്ന് പറയുന്ന നടൻ എനിക്ക് അത്ര ഭയങ്കര ഒരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ മാധവിൻ്റെ പല ഇൻ്റർവ്യൂസും ഞാൻ കാണാറുണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. മാധവ് പ്രതികരിക്കുന്ന രീതി, സംസാരിക്കുന്ന ഒരു വേ ഓഫ് ടോക്കിംഗ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും എനിക്കിഷ്ടമാണ്. മറ്റുള്ളവർ എനിക്ക് കാണാം, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടികളോട് എതിർപ്പോ വിജയിച്ചപ്പോൾ അല്ലെങ്കിൽ അനുകൂലിക്കലോ ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്കൊരു വ്യക്തി എന്നുള്ള രീതിയിൽ കാണുമ്പോഴത്തേക്കും അവന് എല്ലാത്തിനെ കുറിച്ചിട്ടും ഭയങ്കര ഒരു കാഴ്ചപ്പാടുള്ള വിഷൻ ഉള്ളതായിട്ട് എനിക്ക്, കാരണം എല്ലാ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാധവിനെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടിട്ട് ഇതിൽ കണ്ടപ്പോഴും അത്രയും കൊണ്ട് എനർജി ലെവൽ കിട്ടിയില്ല എന്ന് എനിക്കൊരു തോന്നി. അത് ഒരു പേഴ്സണൽ മാത്രമാണ്, അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഇതിനെ വെച്ചിട്ട് എന്നെ വേറെ കയറ്റി മറ്റുള്ളവരെ കൊണ്ട് ചീത്ത വിളി കേൾപ്പിക്കരുത് ദയവ് ചെയ്തിട്ട്. എന്നോട് ചോദിച്ചാൽ ഞാൻ സത്യസന്ധമായിട്ട് ഒരു പ്രേക്ഷക ആണോ? അനുപമേനെ കുറേ നാൾക്ക് ശേഷം മലയാളത്തിൽ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി. കാരണം മലയാള സിനിമയിൽ കൂടി വന്നൊരു കുട്ടിയാണല്ലോ പുള്ളിക്കാരി. അപ്പം അതൊരു ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ മലയാളത്തിൽ കുറച്ച് നല്ല ചാൻസുകൾ മലയാളത്തിലുള്ളവർക്ക് കിട്ടിയാൽ നല്ലതല്ലേ. അപ്പോൾ അത് ഭയങ്കര സന്തോഷം തോന്നി. ആക്ഷൻ നിങ്ങൾ കണ്ടില്ലേ ആരും? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഹിറ്റാവും, പോസിറ്റീവ് എന്തായാലും വരും. നന്നുണ്ട്. ചിന്താമണി കൊലക്കേസ് ആ ഒരു ഇതുപോലെയാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ജനറേഷനിൽ എല്ലാവർക്കും നല്ല വർക്കാവും, ഏത് ഓഡിയൻസും നല്ല വർക്കാവും ഇങ്ങനത്തെ കണ്ടന്റ്. സൊസൈറ്റിയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെ കംബാക്കാണ്, അതിൽ കംബാക്ക് തന്നെ. ഗരുഡന് ശേഷമാണല്ലോ ഇപ്പോൾ ഒരു മലയാളത്തിലേക്കൊരു പുള്ളിയുടെ ഒരു ഇത് വരുന്നത്, ഒരു മൂവി വരുന്നത്. അതിലെല്ലാം വർക്കായിട്ടുണ്ട്. ഈ റിലീസ് ഈ സെൻസർ ബോർഡ് കട്ട് കൊടുത്തിട്ട് കുറേ പോസ്റ്റ്പോൺ വന്നിട്ടുണ്ട്, അതിനെല്ലാം മൂവിയിൽ കാണാനുണ്ട്. അത്ര തോന്നിയില്ല, അങ്ങനെ തോന്നുന്നില്ല. സ്പെഷ്യൽ ക്ലൈമേ അല്ല, അത് പിന്നെ അവരുടെ ഒരു ഇതാണല്ലോ. പക്ഷെ അങ്ങനെ മൂവി കണ്ടപ്പോൾ അങ്ങനെ ഒന്നും വീരുന്നില്ല, അത്രത്തോളം വേണ്ടിരുന്നു തോന്നുന്നു. സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും അതിനെക്കുറിച്ചുള്ള കാര്യം. അതിലും സിനിമ ഒന്ന് കണ്ട് തീരുമാനിക്കട്ടെ പ്രേക്ഷകർ. പേരിലൊക്കെ എന്തിരിക്കുന്നത് അത് പേര് അങ്ങനെയാണെങ്കിൽ എന്തോരം സിനിമയുടെ മാറ്റേണ്ടി വരും. നമ്മൾ ചിന്തിച്ചറിയാൻ പറ്റും. ഇപ്പോൾ എനിക്കറിയാൻ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഓരോരോ പുതിയ വശങ്ങൾ വല്ല അതിൻ്റെ കുറേ പേര് നടക്കാനുണ്ട്. അതിലും സിനിമയുടെ പേരെന്നാണ്, അതൊരു കഥാപാത്രത്തിൻ്റെ പേര്, അതിലെന്തിരിക്കണം എന്നുള്ള എനിക്കറിയാൻ പാടില്ല. അങ്ങനെ സിനിമ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും എടുക്കാൻ പറ്റില്ല. നല്ലൊരു സിനിമയായാലും ജാസ് എല്ലാവർക്കും ധൈര്യപൂർവ്വം. ഇതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഒരുപാട് വൈകി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അനാവശ്യമായിട്ടുള്ള ചില പൊളിറ്റിക്സുകൾ കയറി വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു വിമർശനത്തിനൊക്കെ ഇടവരാം പിന്നീട് ജനങ്ങളിൽ എത്തുമ്പോൾ. പിന്നെ പടമൊക്കെ സുരേഷ് ഗോപിയൊക്കെ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ടുണ്ട്. മകന് കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ആവാനുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാവരും ഉള്ളവരൊക്കെ എല്ലാവരും വളരെ ഭംഗിയായിട്ടുണ്ട്, നന്നായിട്ട് നല്ല കഥ ഇതൊക്കെ നല്ല കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കോടതി രംഗങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് വലിയ ജനങ്ങളിലേക്ക് ഒരു മെസ്സേജൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. ഈ അനാവശ്യമായ പൊളിറ്റിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ പടം അതിനും കയറി കത്തിയാണ്.
ലാജു സാറ് മറ്റേ സലീമേട്ടനെ കുറിച്ച് പറഞ്ഞല്ലേ, ചെറിയൊരു മറിവ് വെച്ചിട്ട് തന്നെ നന്നായി വരട്ടോ. ഭയങ്കര ആഗ്രഹമുണ്ട് സിനിമയിൽ നിൽക്കണമെന്ന്. ഇനി അങ്ങോട്ട് മുന്നോട്ട് നിൽക്കാൻ പറ്റട്ടെ. ഭയങ്കര സന്തോഷം ഇവിടെ വരാൻ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു പടം വനിതാ വിനീതയെ കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. നിങ്ങളെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷമാണ് സിനിമ റിലീസായത്. ഒരുപാട് എനിക്കതിനെ പറ്റി ഒന്നും പറയാനില്ല. അതൊന്നും എനിക്ക് വിഷയമല്ല. ഇപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു. എനിക്ക് ഭയങ്കര അതിൽ അതൊക്കെ മാറി പടം ഇറങ്ങി, പടം നല്ല അഭിപ്രായങ്ങൾ വരട്ടെ. ഇടയ്ക്കൊക്കെ ജാനകി എന്നുള്ള പേര് മ്യൂട്ട് ചെയ്തതാണ് പക്ഷേ അതിനുശേഷം പിന്നെ മ്യൂട്ട് ചെയ്യുന്നത് കണ്ടില്ല. ജാനകി ആ ഒരു ഡയലോഗിലും ഒരു 1-2 ഡയലോഗ് ആർക്കൊക്കെയോ ഹോട്ടായി കാണും. അതായിരിക്കും അത് സെൻസർ ബോർഡിന് വേണ്ടി മാത്രം ചെയ്താണോ എനിക്ക് അല്ലാതെ മ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എനിക്കറിയില്ല. സിനിമയിൽ അത് കട്ട് ചെയ്തിട്ടില്ല. എല്ലാം മൊത്തം പേര് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണാൻ പറ്റില്ലല്ലോ. എനിക്കറിയില്ല. എനിക്ക് അതിൻ്റെ പരിപാടി എന്താണെന്നറിയില്ല. സിനിമ പറയുന്നത് വളരെ ഒരു റെലവൻ്റായിട്ടുള്ള വിഷയമാണ്. ഈ സിനിമയുടെ കഥ കേൾക്കുമ്പോൾ ആഷ്കൻ എങ്ങനെയാണ് ഫീൽ ചെയ്തത് ഇതിനെക്കുറിച്ച്? എനിക്കങ്ങനെ എനിക്കതിൽ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. നല്ല അടിപൊളി സിനിമ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അല്ലാതെ ഇത് വലിയ വിഷയം ഉണ്ടാക്കുന്ന കഥയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നല്ല രസമായിട്ട് അടിച്ചു പൊളിച്ച് കാണാൻ പറ്റുന്നതും പറയേണ്ട കഥയായിരിക്കും. ചർച്ച ചെയ്യുന്ന കാര്യം പുതുമയാണ്. ഏറ്റവും വലിയ ഒരു സ്ത്രീ അവളുടെ അവകാശമാണ് ഒരു കുഞ്ഞിനെ വയറ്റിൽ വളർത്തുന്നത്. കഥ പറഞ്ഞു. ഭയങ്കര സന്തോഷം. ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപി അടിപൊളിയാണ്. സുരേഷ് ഗോപി വേറെ ലെവലാണ്. ഇന്റർവ്യൂലോ വരെ സുരേഷ് ഗോപി തകർക്കുവാണ്. ഒരു എന്തോ ഒരു പോരായ്മ എത്രയും തോന്നിയുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. വൺ ടൈം മാച്ചാണ്. അവിടെ കുഴപ്പമില്ല. നല്ല സിനിമ, ഒരു കുഴപ്പമില്ല. നല്ലതായിരുന്നു. നല്ല സിനിമയാണ്. ഇഷ്ടപ്പെട്ടു. നല്ല അഭിനയം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.